പ്രവാസ ലോകത്തെ വാർത്തകൾ. ലോകമുറ്റുനോക്കുന്ന അലാസ്ക ഉച്ചകോടി ഇന്ന്. ട്രംപിൻ്റെയും പുടിൻ്റെയും കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരായ താരിഫുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യത. ഇന്ത്യക്കും ഉച്ചകോടി നിർണായകം. ഇന്ത്യൻ സമയം രാത്രി 1 മണിക്കാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. ആദ്യം ഇരു നേതാക്കളും ഉപദേശകരില്ലാതെ നേരിട്ടാകും ചർച്ച നടത്തുക. ഉക്രൈൻ യുദ്ധത്തിന്റെയും അമേരിക്കയുടെ ഇന്ത്യക്കെതിരായ തീരുവ പ്രഖ്യാപനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറെയാണ്. ആങ്കറേജിലെ എൽമൻഡോഫ് റിച്ചർഡ്സൺ സൈനിക ബേസാണ് കൂടിക്കാഴ്ചയുടെ വേദി. ആദ്യം ട്രംപും പുടിനും തനിച്ച് ചർച്ച നടത്തും. തുടർന്ന് പ്രതിനിധി സംഘങ്ങൾ ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളിൽ നിന്ന് 5 പേർ വീതം പങ്കെടുക്കും. തീരുവ വിഷയത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ താൽപര്യങ്ങളെ അലാസ്ക കൂടിക്കാഴ്ച എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ്. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് റഷ്യ കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മുന്നോട്ടുപോക്കിനെയും ബാധിക്കും. അതേസമയം ഇന്ത്യക്ക് പിഴത്തീരുവ ചുമത്തിയത് റഷ്യയെ സ്വാധീനിച്ചെന്നും വ്ളാഡിമിർ പുടിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. രണ്ടാമത്തെ വലിയ ഉപഭോക്താവിനെ നഷ്ടപ്പെടുമെന്ന ആശങ്ക റഷ്യയെ സ്വാധീനിച്ചിട്ടുണ്ടാകാമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. അലാസ്കയിൽ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും അലാസ്ക കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരായ താരിഫുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം 25% അധിക തീരുവ ചുമത്തിയിരുന്നു. ഇത് പിന്നീട് 50% ഉയർത്തി. യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ പരോക്ഷമായി ധനസഹായം നൽകുന്നുവെന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ഈ നീക്കം. ഈ നികുതിക്കെതിരെ ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും നികുതി ഏർപ്പെടുത്തുമെന്ന സൂചന വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യൻ ക്രൂഡ് ഇറക്കുമതി പ്രതിദിനം 2 ദശലക്ഷം ബാരലായി ഉയർന്നു. US നിന്നുള്ള താരിഫ് സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യൻ ക്രൂഡ് ഇറക്കുമതി ഉയർന്നതായി കണക്കുകൾ. ആഗോള തത്സമയ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് ദാതാവായ കെംപ്ലർ പ്രകാരം ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ പ്രതിദിനം ഇറക്കുമതി ചെയ്ത 5.2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലിൽ 38% റഷ്യയിൽ നിന്നാണ്. 2 ദശലക്ഷം ബാരലാണ് പ്രതിദിനം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി. ജൂലൈയിൽ ഇത് 1.6 ദശലക്ഷം ബാരലായിരുന്നു. ഇറാഖിൽ നിന്നുള്ള വാങ്ങലുകൾ മൂലമാണ് റഷ്യൻ ഒഴുക്ക് വർദ്ധിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള US ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനു ശേഷം റഷ്യയിൽ നിന്നുള്ള വാങ്ങലുകൾ മന്ദഗതിയിലാക്കാൻ സർക്കാർ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ അരവിന്ദ് സിംഗ് സാഹ്നിയും പറഞ്ഞു. മൊത്തം തീരുവ 50% ഉയർത്തി. യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയുടെ ഇറക്കുമതിയുടെ 0.2% താഴെ മാത്രമായിരുന്ന റഷ്യൻ എണ്ണ ഇപ്പോൾ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ ഉപഭോഗത്തിന്റെ 35 മുതൽ 40%. എന്നിരുന്നാലും കിഴിവുകൾ കഴിഞ്ഞ മാസം ബാരലിന് $40 നിന്ന് $1.5 ചുരുങ്ങി. ഈ മാസത്തെ കിഴിവ് ബാരലിന് $2 ഉയർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനകം രാജ്യം വിടാൻ നോട്ടീസ് ലഭിക്കുന്ന H1B വിസക്കാരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. ആശങ്കയിൽ ഇന്ത്യൻ പ്രവാസികൾ. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനകം രാജ്യം വിടാൻ നോട്ടീസ് ലഭിക്കുന്ന H1B വിസക്കാരുടെ എണ്ണം കൂടുന്നുവെന്ന് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ബ്ലൈൻഡ് നടത്തിയ സർവേയിൽ കണ്ടെത്തി. ഇങ്ങനെ നോട്ടീസ് കിട്ടിയവരിൽ 6-ൽ ഒരാൾക്ക് നാടുവിടേണ്ടി വരുമെന്ന് പറയുന്നു. കൃത്യസമയത്ത് രാജ്യം വിട്ടില്ലെങ്കിൽ പിന്നീട് അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സാധാരണ ജോലി പോയാൽ പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ 60 ദിവസം കിട്ടും. എന്നാൽ 2025 മുതൽ പലർക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നോട്ടീസ് കിട്ടുന്നുവെന്ന് സർവേയിൽ പറയുന്നു. നിലവിലെ സാഹചര്യം കാരണം പലരും ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്നാണ് സർവേ റിപ്പോർട്ട്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ കണക്കുകൾ പ്രകാരം 2023 1,91,000 ഇന്ത്യക്കാർക്ക് H1B വിസ ലഭിച്ചു. 2024 ഇത് 2,07,000 ഉയർന്നു. എങ്കിലും ഒരുപാട് പേർക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുന്നു. 2026 US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ തിരഞ്ഞെടുത്ത H1B രജിസ്ട്രേഷനുകളുടെ എണ്ണം കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വരും ദിവസങ്ങളിൽ തിരക്കേറും. 36 ദശലക്ഷത്തിലധികം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഓഗസ്റ്റ് അവസാനത്തോടെ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങുമെന്നതിനാൽ അവധി ആഘോഷിക്കാൻ പോയ സ്വദേശികളും പ്രവാസികളും മടങ്ങിവരവിന്റെ തിരക്കിലാണ്. അതിനാൽ ഈ മാസം 13-നും 25-നും ഇടയിൽ 36 ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിദിന ശരാശരി 2,80,000 ഈ വർഷം ആദ്യ പകുതിയിൽ 9.88 ദശലക്ഷം രാജ്യാന്തര സന്ദർശകരാണ്
ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ കടന്നുപോയത്. വർഷാവർഷം 6% വർധന. വരും ദിവസങ്ങളിൽ തിരക്കേറുമെന്നതിനാൽ വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യാത്രയ്ക്കായി ദോഹ മെട്രോ ഉപയോഗിക്കുന്നവർക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളുമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. എല്ലാ യാത്രക്കാരും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായും പാലിക്കണമെന്ന് മന്ത്രാലയം പറഞ്ഞു. ട്രെയിൻ വാതിലുകൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും അവയിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക. സ്റ്റേഷനുകൾക്കുള്ളിലെ എല്ലാ നിർദ്ദേശങ്ങളും അടയാളങ്ങളും പാലിക്കുക. കൈവശമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നിങ്ങനെയാണ് മന്ത്രാലയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച കുറിപ്പിലെ നിർദ്ദേശങ്ങൾ. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടണം. സ്റ്റേഷനുകൾക്കുള്ളിൽ പുകവലി നിർബന്ധമായും ഒഴിവാക്കണം. എസ്കലേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും വീഴ്ചകളോ പരിക്കുകളോ ഉണ്ടാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും എല്ലാവർക്കും സുഗമമായ യാത്രാനുഭവം പ്രദാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ നടപടികളെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇടവേള.